സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ സംഗതികൾ, ഒന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയും ഒക്കെ അറിയാം. ഏറ്റവും വലിയ അറിവ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിക്കൊണ്ട് മറ്റാരുമില്ല. അതാണ് ഏറ്റവും വലിയ അറിവ്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ നേർച്ചകളും വഴിപാടുകളും എല്ലാം സത്യങ്ങളും ഒക്കെ അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് സംഭവിക്കരുത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയും അള്ളാഹു പരിപൂർണമായ അടിസ്ഥാനത്തിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരാതിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബിമാരും മർദ്ദനങ്ങളും പീഡനങ്ങളും താണ്ഡവങ്ങളും ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഏറ്റുവാങ്ങിയത്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വായിഫിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചത്, എന്തിനാണ് പ്രവാചകൻ ശഅബ് അബീ ത്വാലിബിൽ പട്ടിണി കിടന്നത്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിജ്റ പോകേണ്ടി വന്നത്, എന്തിനാണ് സഹാബിമാർക്ക് ഇത്രത്തോളം മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നത്, ഒക്കെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവരോട് മാത്രമേ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും സങ്കീർണതകളും ബോധിപ്പിക്കാവൂ എന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യുക. ഒരു സൃഷ്ടികളോടും ഒരു മഹാനോടും ഒരു വലിയനോടും ഒരു ശൈഖിനോടും ദുആ ചെയ്യാതെ, ജീവിതത്തിൽ ശിർക്ക് വരാതെ വളരെ ഗൗരവത്തോടെ അള്ളാഹുവെ ആരാധിക്കുകയും അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിമയ്ക്ക് അള്ളാഹു പോരെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അല്ലാഹ് മതി എന്ന് പറയാൻ, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ എന്ന് പറയാൻ കഴിയുന്ന ദൃഢമായ മനസ്സിന്റെ ഉടമയായി മഹാനായ മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ദഅവത്ത് നിർവഹിച്ച ആ ദഅവത്തും, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ പോയിക്കൊണ്ട് നിർവഹിച്ച ആ ദഅവത്തും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദഅവത്തും, അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു മുഈറ റുസ്തമിന്റെ കൊട്ടാരത്തിൽ പോയിക്കൊണ്ട് നിർവഹിച്ച ദഅവത്തും, ഇറക്കലിന്റെ കൊട്ടാരത്തിൽ പോയി ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിർവഹിച്ച ആ ദഅവത്തും, അതുപോലെ റോമാ സാമ്രാജ്യത്തിനുമായി യുദ്ധത്തിന് പോയ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നിർവഹിച്ച ആ ദഅവത്തും, ഇതൊക്കെ ഓർത്തുകൊണ്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ അവരറിവ് സമ്പാദിക്കാനും അറിവിലൂടെ കടന്നു പോകാനും ഒരുപാട് നന്മകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അറിവ് സമ്പാദിക്കാനും അറിവുമായി ബന്ധപ്പെടാനും ഒരുപാട് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് മസാലകൾ, ഇതൊക്കെ പഠിക്കാനും ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസികളായ ആളുകൾ ഇനിയുള്ള നാളുകളിൽ ഈ സെന്ററിന് ഉപയോഗപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെടുവാൻ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളിലേക്ക് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി തീരുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോട് പ്രത്യേക താല്പര്യം ഉണ്ടാകണം. ഒരു സുന്നത്തിനെയും പുച്ഛിക്കുന്ന ഒരവസ്ഥ നമ്മിൽ ഉണ്ടാവരുത്. അത് താടി വളർത്തുന്ന വിഷയമാണെങ്കിലും എരിയാണ്ട വസ്ത്രമാണെങ്കിലും ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളെ സുന്നത്തുകളായി കൊണ്ട് കാണാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരുന്നുകൊണ്ട് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ഒരു സഹോദരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കണം. അദ്ദേഹം പറഞ്ഞത് ലാ അസ്തതിയു, എനിക്കതിന് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടനെയുള്ള മറുപടി ലാ അസ്തതഅത, നിനക്കതിന് സാധിക്കാതിരിക്കട്ടെ. മരിക്കുന്നത് വരെ കൈ തളർന്നു പോയ ഒരു മനുഷ്യനായിക്കൊണ്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. എന്താണ് അഹങ്കാരമായിരുന്ന മനുഷ്യനിൽ സംഭവിച്ചത്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഹദീസുകളെ പുച്ഛിക്കാതെ, പരിഹസിക്കാതെ, കളിയാക്കാതെ, ഇകഴ്ത്താതെ, നിന്ദിക്കാതെ സ്വീകരിക്കാനും ആ സ്വീകരിക്കുന്ന ആളുകളെ സ്നേഹിക്കാനും, അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് സുന്നത്തുകളെ, എത്രയോ സുന്നത്തുകൾ, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, വലത് കാല് കൊണ്ട് ചെരുപ്പ് ധരിക്കുക, വലത് കാല് കൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുക, വലത് കാല് കൊണ്ട് വലത് ഭാഗം കൊണ്ട് വസ്ത്രം ധരിക്കുക, അതുപോലെ വലത് കാല് കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക, വലത് ഭാഗം കൊണ്ട് മുടി ചീകുക, ഇങ്ങനെ ജീവിതം നന്മയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുഴുവൻ സുന്നത്തുകളെയും സ്വീകരിക്കാനുള്ള താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ലാ യുമിനു അഹദുകും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളെ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളേക്കാൾ, സന്താനങ്ങളേക്കാൾ, മറ്റുള്ളവരേക്കാൾ എല്ലാം നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്നേഹിക്കാനും നബിയെ സ്നേഹിക്കാനും പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതൊക്കെ വളരെ ഗൗരവത്തോട് തന്നെ വിശ്വാസികളായ ആളുകൾ സ്വീകരിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിൽ പഠിപ്പിച്ച ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, ഇവിടെ നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുക, പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലുക, ഉരുവിടേണ്ടതായ ഖുർആനിന്റെ സൂക്തങ്ങൾ ഉരുവിടുക, അങ്ങനെയുള്ള ജീവിതം തുടങ്ങിയിട്ട് പ്രദോഷത്തിൽ തന്നെ കിടപ്പറയിലേക്ക് എത്തുമ്പോഴുള്ള മര്യാദകൾ വരെ, കിടന്നുറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനകൾ, അതുപോലെ കിടന്നുറങ്ങുമ്പോഴുള്ള മര്യാദകൾ, ആ സമയത്തുള്ള ദിക്റുകൾ, ദുആകൾ, ഇതെല്ലാം
ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരുവാനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും ആദരവും ബഹുമാനവും വർദ്ധിക്കാനായിക്കൊണ്ട് സലാമിനെ നിങ്ങൾ പ്രചരിപ്പിക്കുക. അഫ്ശു സലാം, അറിയുന്നവരോടും അറിയാത്തവരോടും മുഴുവൻ സലാമിനെ പറയുക. അങ്ങനെ എല്ലാവരുമായി അടുക്കുവാനും അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ട് ദീനിന്റെ മാർഗത്തിലേക്ക് വെമ്പൽ കൊള്ളുന്ന മനസ്സിന്റെ ഉടമകളായി തീരുക. ആ വിഷയത്തിലായിരിക്കണം വിശ്വാസികളായ ആളുകൾ കൂടുതൽ അടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മസ്ജിദിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ സ്നേഹമുണ്ടാകും. നമ്മുടെ അരികിൽ നിൽക്കുന്ന സഹോദരൻ ചിലപ്പോൾ അദ്ദേഹം ഒന്നിനും കഴിയാത്തവനായിരിക്കും, അദ്ദേഹത്തെ നേരാവിധത്തിൽ വസ്ത്രമില്ലാത്തവനായിരിക്കും, പാവപ്പെട്ടവനായിരിക്കും, ദരിദ്രനായിരിക്കും. പക്ഷേ അവൻ ആദർശമുണ്ടെങ്കിൽ, അവൻ അല്ലാഹുവെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നമുക്ക് അവരോട് ആദരവ് വരുന്നു, സ്നേഹം വരുന്നു. അതായിരുന്നു മദീനയിലെ മസ്ജിദുൻ നബവിയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയന്മാരിൽ എത്യോപ്യക്കാരനായ ബിലാലും റോമക്കാരനായ സുഹൈബും പേർഷ്യക്കാരനായ സൽമാനും മക്കക്കാരനായ അബൂബക്കറും മദീനക്കാരനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ പട്ടിണിക്കാരനും പാവപ്പെട്ടവനുമായ ബിലാലും ഖബ്ബാബും വലിയ സാമ്രാജ്യത്തിന്റെയും വലിയ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ വലിയ രീതിയിൽ സാമ്പത്തികമായി കൊണ്ട് കഴിവുകളുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഇവരെല്ലാം തോട് ചേർന്ന് സ്നേഹത്തോടെ ആദരവോടെ ജീവിക്കാൻ കഴിഞ്ഞത് അവരുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോടുണ്ടായിരുന്ന സ്നേഹമായിരുന്നു. കൂടുതൽ പഠിക്കണമെന്ന താല്പര്യം അവരിലുണ്ടായിരുന്നു. ആ താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുമിക്കുക. ഇനിയുള്ള നാളുകളിൽ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം അള്ളാഹു സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് ഇനിയും സുന്നത്ത് നോമ്പുകൾ നോക്കാം, വ്യാഴാഴ്ചകളിൽ തിങ്കളാഴ്ചകളിൽ നോമ്പ് നോക്കാം, അതുപോലെ ഈ റമദാനിന് ശേഷമുള്ള നോമ്പുകൾ നമുക്ക് സ്വീകരിക്കാം. ഇങ്ങനെ നോമ്പ് നോക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് നന്മകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടുതൽ പഠിക്കേണ്ട വിഷയങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തിയിട്ട് ദഅവത്ത് നിർവഹിക്കാൻ കഴിയുന്ന, നമ്മുടെ നാട്ടുകാർക്ക് അള്ളാഹുവിന്റെ ദീനെ പരിചയപ്പെടുത്താൻ കഴിയുന്ന, അള്ളാഹുവിന്റെ ദീനെ വീട്ടുകാർക്കും കുടുംബത്തിനും സ്നേഹിതന്മാർക്കും പരിചയപ്പെടുത്താൻ കഴിയുന്ന, അള്ളാഹുവിന്റെ ദീനെ കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ളവരായിക്കൊണ്ട് മടങ്ങാൻ കഴിയുന്ന സ്ഥിതിവിശേഷത്തോട് കൂടിയായിരിക്കണം പ്രവാസികൾ. ഒരുപാട് സമ്പാദ്യങ്ങളുമായി കൊണ്ടല്ല മടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങളുമായി കൊണ്ടല്ല മടങ്ങേണ്ടത്. മറിച്ച് തന്റെ നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങളെയും അത്യാചാരങ്ങളെയും അനാചാരങ്ങളെയും മുഴുവൻ ഉന്മൂലനം ചെയ്യാനും ഉച്ചാടനം ചെയ്യാനും നിരാകരിക്കാനും കഴിയുന്ന മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് മടങ്ങാൻ കഴിയുകയും അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തുടർന്നുള്ള നാളുകളിൽ നമ്മൾ പഠിക്കേണ്ട പ്രാർത്ഥനകൾക്കുള്ള പുസ്തകങ്ങൾ ഇവിടെ സെന്ററുകളിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. ഖുർആൻ പരിഭാഷകൾ, ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട പരിഭാഷകൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ലഭിക്കുന്നു. ഓരോ ഭാഷകളിലായിക്കൊണ്ട് വിശുദ്ധ ഖുർആന്റെ പരിഭാഷകളുണ്ട്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഈ ഭരണകൂടവും രാജ്യവും നമുക്ക് ഒരുക്കി തരുമ്പോൾ ഇനിയുള്ള നാളുകളിൽ പഠിക്കണമെന്നൊരു മനസ്സോടെ ഖുർആൻ തജ്വീദിന്റെ ക്ലാസ്സുകളിൽ, ഖുർആൻ അർത്ഥസഹിതം പാരായണം ചെയ്യുന്ന ക്ലാസ്സുകളിൽ, ഖുർആന്റേതായ തഫ്സീറുകളുടെ ക്ലാസ്സുകളിൽ ഒക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഈ റമദാൻ കഴിഞ്ഞിട്ട് ഇനി അടുത്ത റമദാനിൽ അൽമനാറിലേക്ക് വരാം, മർക്കസുൽ മനാറിലേക്ക് അടുത്ത റമദാനിൽ വരാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നും ഞാൻ പോകും, എന്നും ഞാൻ പഠിക്കും, എന്റെ ജോലി കഴിഞ്ഞാലും പഠിക്കണമെന്ന വിജ്ഞാനദാഹിയായിക്കൊണ്ട് മടങ്ങാൻ കഴിയുന്ന മനസ്സുമായിക്കൊണ്ട് സ്വീകരിക്കണമേ നാഥാ, എന്റെ നോമ്പ് സ്വീകരിക്കണം, നന്മകൾ സ്വീകരിക്കണം, എന്റെ സക്കാത്ത് സ്വീകരിക്കണം, എല്ലാം സ്വീകരിക്കണമെന്ന പ്രാർത്ഥനാ നിമിത്തനായിക്കൊണ്ട് മടങ്ങാൻ കഴിയുന്ന സ്നേഹിതന്മാരെ മുഴുവനും ഈ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അത് നീ മര്യാദയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് ഏവർക്കും വിട്ടുപുറത്ത് മനസ്സിന് സമാധാനവും ശാന്തിയും ഞങ്ങൾ വേർപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നിർമ്മിച്ചു നമസ്കാരവും പാരായണം ചെയ്ത് ഖുർആനും അതേപ്രകാരം ഞങ്ങൾ ചെയ്ത മുഴുവൻ നന്മകളും സൽക്കർമ്മങ്ങളും പരിപൂർണമായ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്വീകരിക്കണമെന്നാണ്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും സങ്കീർണതകളും അനുഭവിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസവും ആഹ്ലാദവും പ്രദാനം ചെയ്യുന്നത്. സഹോദരന്മാരെ, ഇവിടെ ഫിത്ർ സക്കാത്തിനുള്ള സൗകര്യമുണ്ട്. 20 ദിവസമാണ് ഫിത്ർ സക്കാത്ത് ഇതുവരെയും നൽകാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ